സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നുഴഞ്ഞുകയറി ബംഗ്ലാദേശി ക്രിമിനലുകളും ബംഗാളികളെന്ന വ്യാജേന ബംഗ്ലാദേശികളും കഴിയുന്നുവെന്ന കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ നടപടിയെടുക്കാതെ സർക്കാർ. നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും തൊഴിൽ വകുപ്പിനും വീഴ്ചയുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വിശദാംശങ്ങൾ. രോഹിണി, ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം അത് വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം സംബന്ധിച്ച രഹസ്യാന്വേഷണ വിവരങ്ങൾ, റിപ്പോർട്ടുകൾ പല ഘട്ടങ്ങളിലായി സംസ്ഥാന ഇന്റലിജൻസ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര IB ഇന്റലിജൻസ് ബ്യൂറോയും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ സംസ്ഥാന സർക്കാർ ഗൗരവത്തിൽ എടുത്തില്ല എന്നതാണ് ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാരണം ബംഗ്ലാദേശികൾ വലിയ തോതിൽ തന്നെ ഇവിടത്തേക്ക് മാറാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ നുഴഞ്ഞു കയറാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പ്രധാനമായും ഇതര സംസ്ഥാന വിവിധ ഭാഷാ തൊഴിലാളികൾ തങ്ങുന്ന കേന്ദ്രങ്ങളിലാണ് ഈ ബംഗ്ലാദേശികളും ഉള്ളത്. ബംഗാളികൾ എന്ന വ്യാജേനയും ഒപ്പം തന്നെ ആസാമീസ് എന്ന വ്യാജേനയും എല്ലാം തന്നെയാണ് ഈ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്നത്. നേരത്തെ ജനൻ ടിവി നൽകിയ വാർത്തകളിൽ ഇക്കാര്യങ്ങൾ തെളിവുകൾ സഹിതം പല ആളുകളും ബംഗ്ലാദേശികൾ തങ്ങൾ ബംഗ്ലാദേശികളാണ് എന്ന് ഗത്യന്തരമില്ലാതെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ സമ്മതിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും സംബന്ധിച്ച് വിശദമായ അന്വേഷണം, അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ പോലും കൂടുതൽ അന്വേഷണത്തിലേക്ക് ഒരു ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ പോയിരുന്നില്ല. മാത്രമല്ല, ഇതിൽ വലിയൊരു വീഴ്ച എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ പരിധിക്ക് ഉള്ളിലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന വിവിധ ഭാഷാ തൊഴിലാളികളുടെ കേന്ദ്രങ്ങളിൽ ചെന്നുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ എവിടെ നിന്ന് വരുന്നു, അവർ യഥാർത്ഥ തിരിച്ചറിയൽ രേഖ ഉള്ള ആളുകളാണോ എന്നതെല്ലാം തന്നെ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരം ഉത്തരവാദിത്തങ്ങൾ നടത്തുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ വീഴ്ചയാണ് വരുത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ്, തൊഴിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ. ഈ തൊഴിലാളികൾ, വിവിധ ഭാഷാ തൊഴിലാളികൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ക്യാമ്പുകളിൽ എത്തി അതിൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ അതിൽ ഉണ്ടോ എന്നതും നിലവിലുള്ള ആളുകളുടെ യഥാർത്ഥ രേഖകളാണോ അവർ കൈവശം വെച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് അവരും പരിശോധനകൾ നടത്താറില്ല. ഇതിൽ ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വരുന്ന ബംഗ്ലാദേശികൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നുഴഞ്ഞു കയറി എത്തിയിട്ടുള്ള ബംഗ്ലാദേശികൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ വിവിധ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളുകളുണ്ട്. പലതരത്തിൽ അതിൽ കൊലപാതക ശ്രമം, സ്ത്രീപീഡനം അടക്കം വിവിധ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി മാറുകയും അവിടെ നിന്ന് ഒളിവിൽ പോവുകയും ചെയ്തതിനു ശേഷമാണ് സുരക്ഷിത താവളമായി കേരളത്തെ മാറ്റുന്നത്. കാരണം കേരളത്തിൽ തങ്ങൾക്കെതിരെ അന്വേഷണങ്ങൾ നടത്തില്ല, പരിശോധനകൾ നടത്തില്ല, കാര്യക്ഷമമായ ഒരു അന്വേഷണവും ഇതിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് പെരുമ്പാവൂർ അടക്കമുള്ള മേഖലകളിൽ, ആലുവ അടക്കമുള്ള മേഖലകളിൽ, മുനമ്പത്തിന്റെ ചില ഭാഗങ്ങളിൽ എന്നിവിടങ്ങളിലെല്ലാം തന്നെ, ഇത് എറണാകുളം ജില്ലയുടെ മാത്രം ഒരു സാഹചര്യമാണ് പറഞ്ഞത്. ഒപ്പം തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിവിധ ഭാഷാ തൊഴിലാളികൾ നിൽക്കുന്ന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുന്നത് 2022 4 ബംഗ്ലാദേശികളായാണ് നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. എന്നാൽ പിന്നീട് ഇവരെ നാടുകടത്തി. എന്നാൽ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ, ഇവരോടൊപ്പം കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടോ, അവർ എവിടെയെല്ലാമാണ് തങ്ങുന്നത് എന്നത് സംബന്ധിച്ചുള്ള യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല. ജനൻ ടിവി വാർത്തകൾക്ക് ശേഷം പല സ്ഥലങ്ങളിലും ജനങ്ങൾ കൂടുതൽ ജാഗരൂകരായിരുന്നു. ഇത്തരത്തിൽ വിവിധ ഭാഷാ തൊഴിലാളികളിൽ സംശയം തോന്നുന്ന ആളുകളിൽ പലരെയും അവർ തന്നെ ചോദ്യം ചെയ്തിരുന്നു, പിടികൂടിയിരുന്നു, ചോദ്യം ചെയ്തിരുന്നു. അത്തരത്തിൽ ചോദ്യം ചെയ്യലുകൾ ആവർത്തിച്ചപ്പോഴാണ് പലരും തങ്ങൾ ബംഗാളികളല്ല, ആസാമീസ് അല്ല, ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളാണ് എന്ന യാഥാർത്ഥ്യം അവർ തുറന്നു പറഞ്ഞത്. എന്നാൽ പിന്നീട് ഇവരുടെ യാത്രയുടെ ഉദ്ദേശം, വന്നതിന്റെ ഉദ്ദേശം, ഇത്തരത്തിൽ എത്തിയതിന്റെ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ പരിശോധിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ തമ്പടിക്കുന്നുണ്ട്, എത്തുന്നുണ്ട് എന്നതിന്റെ വിവരങ്ങൾ. ഒരു ഭാഗത്ത് രാജ്യവിരുദ്ധ ശക്തികൾ, രാജ്യവിരുദ്ധ സംഘടനകൾ കൂടുതൽ ശക്തിയാർജിക്കാൻ ശ്രമിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഏജന്റുമാരുടെ സഹായത്തോടു കൂടി അത്തരത്തിൽ ഉള്ള ചില ഏജന്റുമാർ കൃത്യമായി തന്നെ ഈ ബംഗ്ലാദേശികളെ ഇവിടെ എത്തിക്കുന്നതും സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഒളിവിൽ എന്ന പോലെ പാർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ട സഹായങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നത്. ശരി ജിജീഷ്, ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന ബംഗ്ലാദേശി ക്രിമിനലുകളും സംസ്ഥാനത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് കേന്ദ്ര ഇന്റലിജൻസുകൾ നൽകിയിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതിൽ ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.